നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കാത്തിരിപ്പ് അവസാനിച്ചു. ഇന്നാണ് ബാലൺ ഡിയോർ പുരസ്കാരം സമ്മാനിക്കുന്നത്. എപ്പോൾ എവിടെ വെച്ച് നമുക്ക് ലൈവ് സ്ട്രീമിംഗ് അവൈലബിൾ ആണോ, ഏതൊക്കെ അവാർഡുകളാണ് ഇന്ന് കൊടുക്കുന്നത്, ആ അവാർഡുകൾക്ക് ആരൊക്കെയാണ് പരിഗണിച്ചിരിക്കുന്നത്, ഇങ്ങനെയുള്ള വിശദ വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പോൾ ബാലൺ ഡിയോറുമായിട്ട് ഇന്നത്തെ ബാലൺ ഡിയോർ സെറമണിയുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഒരുമിച്ച് അങ്ങ് പറയുകയാണ്. ആദ്യത്തെ ചോദ്യം, ഇന്ന് ബാലൺ ഡിയോർ സെറമണി എപ്പോൾ ആരംഭിക്കും? അത് പാരീസിലെ സമയം 9 മണിക്കാണ് ആരംഭിക്കുന്നത്. രാത്രി 9 മണിക്ക്, CET സമയം 9 മണിക്ക്. അപ്പോൾ ഇന്ത്യൻ സമയം പറയുമ്പോൾ ഇന്ന് രാത്രി 12:30, നമുക്ക് വേണമെങ്കിൽ സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ 12:30 ആരംഭിക്കും എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ സാധാരണ നിങ്ങൾക്ക് അറിയാമല്ലോ, 30 പേരുടെ നോമിനേഷൻ ലിസ്റ്റ് ഉണ്ടാവും. അതിൽ ഓരോരുത്തരുടെയും സ്ഥാനം ഇങ്ങനെ പറഞ്ഞു തുടങ്ങും. അത് 12:30 തുടങ്ങും, അതിന് മുമ്പ് തന്നെ തുടങ്ങും. എന്നിട്ടൊരു റെഡ് കാർപ്പറ്റ് ഷോയും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് ഈ ബാലൺ ഡിയോർ പുരസ്കാര പരിപാടിയിലേക്ക് അങ്ങ് കടക്കുന്നത്. നേരെ ബാലൺ ഡിയോർ എടുത്ത് അങ്ങ് കൊടുക്കുകയല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, ഓരോരോ അവാർഡുകളായി കൊടുത്ത് ഏറ്റവും ഒടുവിലാണ് പുരുഷ വിഭാഗത്തിലെ ബാലൺ ഡിയോർ സമ്മാനിക്കാറുള്ളത്. അപ്പം എന്തായാലും നമുക്ക് ഒരുപാട് സമയം, ഒരു 1:30-2 മണി വരെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും ആർക്കാണ് ഇത്തവണത്തെ ബാലൺ ഡിയോർ എന്നുള്ളത് അറിയാൻ വേണ്ടി. പുലർച്ചെ 2 മണിയാണ് പറഞ്ഞത്. ദെൻ എവിടെയാണ് പ്രോഗ്രാം എന്ന് വെച്ചാൽ പതിവ് പോലെ തന്നെ പാരീസിൽ തിയേറ്റർ ഡു ചാറ്റലറ്റിലാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. ഇന്ത്യയിൽ ലൈവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് ഉള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സോണി സ്പോർട്സ് നെറ്റ്വർക്കിലാണ്. അത് സോണിയുടെ TV ചാനലുകളിൽ കാണാൻ പറ്റും. സോണി ലൈവ് ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ബ്രോഡ്കാസ്റ്റിംഗ് ആയിട്ട്, അതായത് ലൈവ് സ്ട്രീമിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് ആയിട്ട് കാണാനും പറ്റും. ഏതായാലും ഇനി ഏതൊക്കെ അവാർഡുകളാണ് ആരൊക്കെയാണ് പരിഗണിക്കപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യങ്ങളൊന്നും നോക്കിയാണ്. ഇത് 69ാമത്തെ ബാലൺ ഡിയോർ സെറമണിയാണ്. ഇതിൽ ഒരു പിടി അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. മെൻസ് ബാലൺ ഡിയോർ കൊടുക്കുന്നുണ്ട്. അതായത് 2024-25 സീസണിലെ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ പുരുഷ താരത്തിനുള്ള അവാർഡാണത്. വിമൻസ് ബാലൺ ഡിയോർ പുരസ്കാരം കൊടുക്കുന്നുണ്ട്. 2024-25 സീസണിലെ മികച്ച പ്രകടനം നടത്തിയ വനിതാ താരത്തിനുള്ള അവാർഡ്. പിന്നെ മെൻസ് കോപ്പ ട്രോഫി, അത് മികച്ച യുവതാരത്തിനുള്ള അവാർഡാണത്. പിന്നെ വിമൻസ് കോപ്പ ട്രോഫി വനിതാ വിഭാഗത്തിലെ മികച്ച യുവതാരത്തിനുള്ള അവാർഡാണത്. മെൻസ് യാഷിൻ ട്രോഫി, അതായത് 2024-25 സീസണിലെ മികച്ച പുരുഷ ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരമാണത്. ദെൻ വിമൻസ് യാഷിൻ ട്രോഫി, മികച്ച വനിതാ ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം. ദെൻ മെൻസ് ഗെഡ് മുള്ളർ ട്രോഫി, അതായത് 2024-25 സീസണിലെ ടോപ്പ് സ്കോറർക്കുള്ള പുരസ്കാരമാണത്. ദെൻ വിമൻസ് ഗെഡ് മുള്ളർ ട്രോഫി, അത് വനിതാ വിഭാഗത്തിൽ ടോപ്പ് സ്കോറർക്കുള്ള പുരസ്കാരം. ദെൻ മെൻസ് യുഹാൻ ക്രൈഫ് ട്രോഫി, അതായത് 2024-25 സീസണിലെ മികച്ച കോച്ചിനുള്ള, പുരുഷ വിഭാഗത്തിലെ കോച്ചിനുള്ള പുരസ്കാരമാണത്. അത് വനിതാ വിഭാഗത്തിലുമുണ്ട്. വിമൻസ് യോഹാൻ ക്രൈഫ് ട്രോഫി, അതും ഇന്ന് രാത്രി തന്നെ കൊടുക്കും. പിന്നെ ദി മെൻസ് ക്ലബ് ഓഫ് ദി ഇയർ ട്രോഫി ഉണ്ടാവും, വിമൻസ് ക്ലബ് ഓഫ് ദി ഇയർ ട്രോഫി ഉണ്ടാവും. അതോടൊപ്പം തന്നെ സോക്രട്ടീസ് അവാർഡും ഉണ്ടാവും. ഇത്രയും അവാർഡുകളാണ് ഇന്ന് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഓരോന്ന് കൊടുത്ത് ഏറ്റവും ഒടുവിലാണ് പുരുഷ വിഭാഗത്തിലെ ബാലൺ ഡിയോർ സമ്മാനിക്കുക എന്ന കാര്യം കൂടി ഓർക്കുക. അപ്പോൾ പുരുഷ വിഭാഗത്തിലെ ബാലൺ ഡിയോറിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കളിക്കാരൊക്കെയാണെന്ന് നോക്കാം. ജൂഡ് ബെല്ലിംഗാം, ഓസ്മാൻ ഡംബലെ, ജിയാലുഗി ഡൊണാരുമ, ഡെസിയർ ഡു, ഡെൻസൽ ഡംഫ്രീസ്, സെർഹോ ഗിറാസി, വിക്ടർ ഗ്യോക്കഡസ്, ഏർലിംഗ് ഹാലൻഡ്, അഷ്റഫ് ഹക്കീമി, ഹാരി കെയ്ന്, കിച്ച കാർഡസ്കേലിയ, റോബർട്ട് ലെവൻഡോസ്കി, അലക്സിസ് മാക്കലിസ്റ്റർ, ലൗട്രോ മാർട്ടിനസ്, കിലിൻ എംബാപ്പെ, സ്കോട്ട് മാക്ടോമിനായി, ന്യൂനോ മെൻഡസ്, ജാവോ നെവസ്, മൈക്കൽ ഒലീസെ, കോൾ പാൽമർ, പെഡ്രി, റാഫീഞ്ഞ, ഡെക്ലാൻ റൈസ്, ഫാബിയൻ റൂയിസ്, മുഹമ്മദ് സലാ, വെർജിൽ വാൻ ഡൈക്ക്, വിനി ജൂനിയർ, വിറ്റീഞ്ഞ, ഫ്ലോറിൻ വെർട്സ്, ലാമിൻ യമാൽ. ഈ താരങ്ങളെയാണ് പുരുഷ വിഭാഗത്തിലെ ബാലൺ ഡിയോറിനായിട്ട് പരിഗണിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് മെൻസ് കോപ്പ ട്രോഫി, മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരത്തിന് ആരൊക്കെ നോക്കാം. അയൂബ് ബുവാദി, ഫ്രഞ്ച് താരമാണ്, ലില്ലിയുടെ കളിക്കാരനായിരുന്നു. ദെൻ പാവ് കുബാർസി, ഡെസിയർ ഡു, എസ്റ്റവായോ വില്യൻ, ഡീൻ ഹ്യൂയിസൺ, മൈൽസ് ലേസ് കെല്ലി, ദെൻ റോഡ്രിഗോ മോറ, ജാവോ നെവസ്, ലാമിൻ യമാൽ, കിനൻ എൽഡേസ്. ഇതാണ് പുരുഷ വിഭാഗത്തിലെ കോപ്പ ട്രോഫിക്കുള്ള നോമിനികൾ. ഇനി പുരുഷ വിഭാഗത്തിലെ യാഷിൻ ട്രോഫിക്കുള്ള നോമിനികൾ ആരൊക്കെ നോക്കാം. ആലിസൺ ബെക്കർ, യാസിൻ ബോനോ, ലൂക്കാസ് ചെവലിയർ, തിബോട്ട് കോർട്ടുവ, ജിയാലുഗി ഡൊണാരുമ, എമിലിയാനോ മാർട്ടിനസ്, യാനോ ബ്ലക്ക്, ഡേവിഡ് റയ, മാറ്റ് സെയിൽസ്, യാൻ സൊമ്മർ. ഇതാണ് പുരുഷ വിഭാഗത്തിലെ യാഷിൻ ട്രോഫിക്കായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നവർ. ഇനി പുരുഷ വിഭാഗത്തിലെ യോഹാൻ ക്രൈഫ് ട്രോഫി, അതായത് മികച്ച കോച്ചിനുള്ള പുരസ്കാരത്തിന് പരിഗണിക്കപ്പെടുന്ന അന്റോണിയോ കോണ്ടെ, ലൂയിസ് എൻട്രീക്കെ,
ഹാൻസി ഫ്ലിക്ക്, എൻസോ മരേസ്ക, ആർനെ സ്ലോട്ട് എന്നിവരാണ്. മെൻസ് ക്ലബ് ഓഫ് ദി ഇയർ പുരസ്കാരത്തിനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് FC ബാഴ്സലോണ, ബോട്ടഫാഗോ, ചെൽസി, ലിവർപൂൾ, പാരീസ് സെൻറ്റ് ജർമ്മൻ ക്ലബ്ബുകളാണ്. ഏതായാലും ഇത്തവണത്തെ ബാലൻ ഡി ഓർ പുരസ്കാരം സമ്മാനിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകളല്ലേ ഉള്ളൂ. ഒരു 12 മണിക്കൂർ സമയമാണ് ഇനി ബാക്കിയുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത്തവണ ആർക്ക് ബാലൻ ഡി ഓർ ലഭിക്കുമെന്നറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.